ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹൈറാസ് കിച്ചൺ. ഞാനിന്നിവിടെ ഗ്രില്ലോ ഓവനോ ഒന്നുമില്ലാതെ നമ്മൾക്കൊരു ഗ്രിൽ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതിനു വേണ്ടി ഞാനിവിടെ ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. ഇത് ഞാൻ ഓരോ ഭാഗത്ത് നല്ലപോലെ കത്തി കൊണ്ട് വരയിട്ടെടുത്തിട്ടുണ്ട്. ഇത് മസാല നല്ലപോലെ പിടിച്ച് കിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തത്. നമ്മൾക്ക് ഇതിനു വേണ്ടി മസാല തയ്യാറാക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മല്ലിയില, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, വലിയ ജീരകം, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഗരം മസാല, അതിനാവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മിക്സിയുടെ ജാറിലോട്ടേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുളകും ഇഞ്ചിയും വെളുത്തുള്ളി മല്ലിയിലയിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത ശേഷം ഇതിലോട്ടേക്ക് പൊടികളും 2 ടേബിൾ സ്പൂൺ തൈരും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇതോടെ അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ചിക്കനിലോട്ടേക്ക് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ചിക്കനിലോട്ടേക്ക് മസാല ഫുൾ ചെയ്ത ശേഷം നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വെക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെയും ചെയ്തെടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലോട്ടേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ ഫുള്ളായി നിൽക്കുന്ന വിധത്തിലുള്ള പാത്രം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ചു വെക്കാം. ഒട്ടും ഇതിൻ്റെ ആവി പുറത്ത് വരാതെ രീതിയിലായിരിക്കണം ഇത് അടച്ചു വെക്കേണ്ടത്. ഇതുപോലെ ഒരു അടപ്പ് വെച്ചാണ് അടക്കുന്നത്. ഇതുപോലെ ഒട്ടും ആവി പുറത്ത് വരാതെ രീതിയിൽ അടച്ച ശേഷം വേറൊരു മൂടി കൊണ്ടും കൂടി ഞാൻ അടച്ചിട്ടുണ്ട്. നമ്മൾക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനിവിടെ ഒരു ഭാഗം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ വലിയ കോർക്ക് അങ്ങനെ എടുത്ത് നമുക്ക് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ അടച്ച് വെച്ച പോലെ ഒന്നുകൂടി ഇത് ആവി പുറത്ത് വരാത്ത രീതിയിൽ അടച്ചു വെക്കാം. ചിക്കൻ 2 ഭാഗവും വെന്ത് വന്നാൽ നമ്മൾക്ക് ഇതിലോട്ടേക്ക് അടുപ്പിൽ നിന്ന് വിറകിൻ്റെ കനലോ ചിരട്ടയുടെ കനലോ ഇട്ട് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾക്ക് ഈ ചിക്കൻ വെച്ച പാത്രത്തിലോട്ടേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്നും വരുന്ന പുക അതിലേക്ക് നല്ലപോലെ പിടിച്ചാൽ ചിക്കൻ നല്ല ടേസ്റ്റിയായി വരും. നമ്മൾക്കിതുപോലെ നേരത്തെ അടച്ചു വെച്ചാൽ നല്ലപോലെ അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്താൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിയാണ് ചിക്കനിൽ കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി, അല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ മസാലയിൽ ചെയ്തെടുത്താൽ. നമ്മൾക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇതുപോലെ വെക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിതിന് ഗ്രില്ലോ ഓവണോ ഒന്നും ആവശ്യമില്ല. അതിനു മുമ്പേ ഇതിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.